പ്രത്യേകിച്ചൊന്നുമില്ല കൊള്ളൂല്ല വർക്കൗട്ടായിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇമോഷൻസ് അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫാണ് നല്ല ലാഗാക്കിയത്. പക്ഷേ മൊത്തത്തിൽ നല്ല സിനിമയാണ്. ആക്ടിംഗ് ബേസ് എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബഡ്ജറ്റിൻ്റെ കാര്യമാണ് ഭയങ്കര വീക്കായിട്ട് തോന്നി. അത്രയും ബഡ്ജറ്റിനുള്ള പടമില്ല. പക്ഷേ ക്യാരക്ടറെല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യനൊക്കെ ഉണ്ട്. അഭിനയം നല്ലതാണ്, നല്ല പടം. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം, സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫ് നല്ല വീക്കാണ്. ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാതെ വേറെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് VFX 3D നല്ല വിഷ്വലുള്ള പടമാണ്. അതുപോലെ തന്നെ ഇനി സെക്കൻഡ് ഹാഫിനുള്ളതൊന്നും ഇല്ല. അതുപോലെ ക്യാമറ റോൾ നൈസാണ്. അടിപൊളിയായിരുന്നു. ഇല്ല, എനിക്കൊന്നും അങ്ങനെ മൂവി വാസ് ജസ്റ്റ് ഓക്കെ. CGI ഒക്കെ കുഴപ്പമില്ല. ഡൈ ഹാർഡ് സൂര്യ ഫാൻ ആണെങ്കിൽ ഓക്കെ ടു വാച്ച് വൺസ്, ജസ്റ്റ് വൺസ് വാച്ച്. ഇറ്റ്സ് എ ബിറ്റ് ടു ലോങ്. പക്ഷേ ഓക്കെ ആണ്, അത്രേ ഉള്ളൂ. സൂര്യ പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് മറ്റേ സ്റ്റോറി കാണിക്കുന്ന ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. വേറെ ഒന്നും പറയാല്ല. സൂര്യക്ക് വേണ്ടി കാണാം. വിഷ്വൽസ് അല്ലേ ഉള്ളു, ബാക്കി എന്തോ പോരത്ര. സൂര്യ കൊള്ളാം, വളരെ കൊള്ളാം. പിന്നെ അവസാനം എന്തോ കാർത്തിയൊക്കെ വന്ന് എന്തൊക്കെ കാണിച്ചിട്ടൊക്കെ പോകും. വിഷ്വൽസ് കാണാമല്ലോ, അല്ലാതെ വലിയൊരു ഇതൊന്നുമില്ല. ഒരുമാതിരി ഇരിക്കും. വിഷ്വൽ എഫക്ട്സ് ഒക്കെ സൂര്യ നല്ലതാണ്, കൊള്ളാം. എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ചെറിയ പടം കണ്ടാണോ കരച്ചിൽ? ഏത് പടം കണ്ടാണോ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഇല്ല ഇല്ല. എടുത്തു പറയാൻ കങ്കുവാട എൻട്രി കൊള്ളായിരുന്നു. പിന്നെ ക്ലൈമാക്സ് രാവിലെ നല്ല നെഗറ്റീവ് ആണല്ലോ പടത്തിന് ഒരു അപരാധം എന്നൊക്കെ പറയുന്നത്. എന്താണ് പറയാനുള്ളത്? എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ ലോജിക്കില്ലാത്ത രീതിയിലുണ്ട്. കഥയ്ക്ക് ഡെപ്ത് ഇല്ല. അപ്പോൾ പക്ഷേ സൂര്യക്ക് ഫാൻസ് ഉണ്ട്. ഞാനിവിടെ 34 ബാനേഴ്സ് എണ്ണി വെച്ചിട്ടുണ്ട് കേവല സൂര്യ ഫാൻസ് അസോസിയേഷൻ്റെ. പക്ഷേ ഞാൻ മലയാള പടം കാണാൻ വന്നതാണ്. ഞാൻ ഈ മുഴുവൻ പിന്നെ വേറൊരു പടം അന്വേഷിപ്പിക്കും കണ്ടെത്തി. അപ്പോൾ എന്നിവിടെ 4000 ദൂരത്തിന് വന്നതാണ് മലയാള പടം കാണാനായിട്ട്. അവർ പറയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു മലയാള പടം കാണിക്കില്ല എന്ന് പറയാണ്. വെറും ഇത് മാത്രം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പടത്തിനെ പറ്റി കഥ സ്ട്രോങ് അല്ല. കഥ സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ തിരക്കഥ സ്ട്രോങ് ആവില്ല. അത് വെറും സീൻ ബൈ സീനാണ് പടം എടുത്തിരിക്കുന്നത്. ആക്ടിങ് അറിയാത്ത 2 പേരെ ബോളിവുഡിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എനിക്കറിയില്ല. പട്ടാണിയോ പിന്നെ ബോബി ഡിയോളോ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല. അത് ചുമ്മാ പാൻ ഇന്ത്യ ഫിലിം കാണിക്കാനായിട്ട് അവരെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇയാളുടെ എന്താണ് ബോബി ഡിയോള് ഈ വർഷം മുമ്പ് ഞങ്ങളെല്ലാവരും ഒരു പടം കണ്ട് ആനിമൽ വന്നിട്ടുണ്ട്. 1000 കോടി രൂപ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലാൽ അഭിനയിച്ചില്ലല്ലോ. അത് ചുമ്മാ ഒരു ജെട്ടി അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അഭിനയിച്ചതാണ്. ഇതിൽ ഞാൻ വേറൊരു നടിയുണ്ട്, പേരെനിക്കറിയില്ല, പട്ടാണി എന്തോ. അവൾ ബ്രാൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അഭിനയിച്ചിരിക്കുക. അവർ ചുമ്മാ കൊണ്ടുവന്ന് ഇത് സത്യത്തിൽ പറഞ്ഞാൽ ആകെ കൂടി ഇന്ത്യയിൽ ഒരേ ഒരു പാൻ ഇന്ത്യ ആക്ടറുള്ളൂ, അത് ദുൽഖർ സൽമാനാണ്. വേറെ ആരും ഇല്ല. ഇല്ല ഗംഗ അല്ല. പക്ഷേ കഥയില്ല. വെറും ഈ ദേവാര, ഈ വിക്രമിൻ്റെ വേറൊരു പടം റീസെൻ്റ്ലി അതിൻ്റെ സ്റ്റൈലിലാണ്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഇതൊക്കെ എടുക്കണമെങ്കിൽ സ്ട്രോങ് സ്റ്റോറി ലൈൻ വേണം. സ്ട്രോങ് സ്റ്റോറി ലൈൻ ഇല്ല.